മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ. ഈ ഒരു ഗാനശകലം അറിയാത്തൊരു മലയാളിയും ഉണ്ടാകാൻ സാധ്യതയില്ല. 1960കളിൽ ഇറങ്ങിയ ഒരു നാടക ഗാനത്തിൻ്റെ വരികളാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങളെയും അത് പ്രായഭേദമന്യേ എല്ലാ കാലത്തും ആകർഷിക്കുന്ന ഒരു ഗാനമാണ്. ഏകദേശം ഇതിന് സമാനമായൊരു ഗസലുണ്ട്. ജഗത് സിംഗ് 1980കളിൽ ആലപിച്ചൊരു ആജ് എന്ന സിനിമയിൽ വന്നതാണ് അത്. യെ ദൗലത്ത് ഭി ലേ ലോ, യെ ശഹരത്ത് ഭി ലേ ലോ, ഭലേ ചീൻ ലോ മുझसे मेरी जवानी, मगर मुझको लौटा दो बचपन का सावन, वो कागज की कश्ती वो बारिश का पानी, वो कागज की कश्ती वो बारिश का पानी, वो कागज की कश्ती वो बारिश का पानी. എൻ്റെ സമ്പത്തും എൻ്റെ സമ്പാദ്യങ്ങളും എൻ്റെ പ്രശസ്തിയും എല്ലാം എടുത്തോളൂ, പകരം എനിക്ക് എൻ്റെ കുട്ടിക്കാലം തിരിച്ചു തരൂ. ഏത് കുട്ടിക്കാലം? മഴവെള്ളത്തിൽ കടലാസ് തോണി ഇറക്കി കളിച്ച കുട്ടിക്കാലം എനിക്ക് തിരിച്ചു തരൂ എന്നാണ് ഈ ഗസലിൽ പറയുന്നത്. നമ്മുടെ സ്കൂളുകളൊക്കെ തുറന്നൊരു സമയമാണിത്. ഈ സമയത്ത് കൊച്ചു കുട്ടികളുമായിട്ട് വിദ്യാലയങ്ങളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രവേശനോത്സവങ്ങളിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് നമ്മുടെ ചെറുപ്പകാലമാണ്. ഈ ചെറുപ്പകാലത്തിൻ്റെ എല്ലാ നഷ്ടബോധവും അതിൻ്റെ ആ ഗൃഹാതുര സ്മരണകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു മലയാള ഗാനവും ഒരു ഗസലുമാണ് ഞാനിവിടെ ചൊല്ലിയത്. എൻ്റെ സാഹചര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും കുട്ടികൾ പഠിക്കാനെത്തി. പുതിയൊരു കൊല്ലം ആരംഭിച്ചു. 45 ലക്ഷത്തോളം കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളിലുണ്ട് എന്നാണ് കണക്ക്. ഏകദേശം 43 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് സിലബസിൽ പഠിക്കുന്നു. ബാക്കിയുള്ള കുട്ടികൾ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ICSE CBSE സിലബസിൽ പഠിക്കുന്നു. ഇങ്ങനെ ഏകദേശം 45 ലക്ഷത്തോളം കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ ആലോചിച്ചു, കേരളത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് 100% കുട്ടികൾ സ്കൂളിലെത്തുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയില്ല. 100% എൻറോൾമെൻറ്റ്, 100% എൻറോൾമെൻറ്റ് ഉള്ള സംസ്ഥാനമാണ് കേരളം. ഈ എല്ലാ കുട്ടികളും വിദ്യാലയങ്ങളിൽ എത്തുന്നു എന്നുള്ളതാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വിദ്യാഭ്യാസ രംഗത്താണ് വേണ്ടത്. അതായിരിക്കും ഏറ്റവും ലാഭം നൽകുന്ന, ലാഭം അതിൻ്റെ വ്യാവസായിക വാണിജ്യ അർത്ഥത്തിലല്ല, മറിച്ച് തലമുറകളിലൂടെ നമുക്കതിൻ്റെ ലാഭം സമൂഹത്തിന് കിട്ടും. ആ അർത്ഥത്തിൽ നെൽസൺ മണ്ടേല പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പുതിയ കൊല്ലം, പുതിയ വർഷം ഇങ്ങനെയുള്ള ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ പഠനാന്തരീക്ഷം മാറി, നമ്മുടെ സ്കൂളുകൾ മാറി, നമ്മുടെ സമൂഹം മാറി, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി. ഏറ്റവും അവസാനം AI സാങ്കേതിക വിദ്യയുടെ പിൻബലത്തോടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ കുട്ടികൾ പുതിയ കാലത്താണ് വളരേണ്ടത്, പുതിയ ലോകത്തെയാണ് കാണേണ്ടത്, പുതിയ ചിന്തകളെയാണ് അഭിമുഖീകരിക്കേണ്ടത്, പുതിയ വെല്ലുവിളികളെയാണ് നേരിടേണ്ടത്. അതിനൊക്കെ പ്രാപ്തരാക്കുന്നവരെന്താണ്? അവരെ ഇങ്ങനെയുള്ള എല്ലാ സന്ദർഭങ്ങളെയും നേരിടാൻ പ്രാപ്തരാക്കുന്നത് അവരുടെ വിദ്യാഭ്യാസമാണ്, അവർക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തെ ഏറ്റവും മികച്ചതാക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിൻ്റെയും വിദ്യാഭ്യാസ പ്രവർത്തകരുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ചുമതല. അത് ഒരു യോജിച്ച പ്രവർത്തനമാണ്. നമുക്ക് പുതിയ ഒരു കൊല്ലം ആരംഭിക്കുമ്പോൾ എല്ലാ രക്ഷിതാക്കളുടെയും മനസ്സിൽ, എല്ലാ അധ്യാപകരുടെയും മനസ്സിൽ നമുക്ക് ചിന്ത പങ്കുവെക്കാൻ വേണ്ടി കഴിയണം. വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ക്ലാസ് മുറികൾക്ക് കഴിയും. ലോകത്ത് മാറ്റങ്ങൾ ഉണ്ടായത് ക്ലാസ് മുറികളിൽ നിന്നാണ്. അങ്ങനെ നല്ലൊരു മികച്ച പഠനാന്തരീക്ഷവും മികച്ച വിദ്യാലയ സംവിധാനങ്ങളും ഒരുക്കി നമുക്ക് നമ്മുടെ കുട്ടികളെ സ്വാഗതം ചെയ്യാം. അധ്യാപകനും രക്ഷിതാക്കളും അതുപോലെ അടങ്ങുന്ന ഒരു സമൂഹമാണ്, ഒരു വ്യവസ്ഥ, ഒരു സംവിധാനമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തെ ഏറ്റവും മനോഹരമാക്കുന്നത്. പുതിയൊരു വർഷത്തെ നമുക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം.